പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും 128ാമത്തേതുമായ ഗവർണർ ജനറലാണ് അന്റോണിയോ വാസിലോ ഇ സിൽവ. 1958 മുതൽ 1961 വരെ പോർച്ചുഗീസ് ഇന്ത്യയിലെ അവസാനത്തേതും 128ാമത്തേതുമായ ഗവർണർ ജനറലാണ് അന്റോണിയോ വാസിലോ ഇ സിൽവ. 1958 മുതൽ 1961 വരെ. പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19-നാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവയെ മോചിപ്പിച്ചത് 1961 ഡിസംബർ 19-നാണ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോനാണ്. ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി.കെ. കൃഷ്ണമേനോനാണ്. അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് 1509 നിയമിതനായി. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അദ്ദേഹം നിയമിതനായത് 1509 ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ച വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ പള്ളിപ്പുറം കോട്ട 1503 നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. നമ്മൾ പറഞ്ഞു 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ് ഗോവ പിടിച്ചെടുത്തത്. അപ്പൊ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ്? അത് അൽബുക്കർക്കാണ്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയാണ് അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയാണ് അൽബുക്കർക്ക്. കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയ വ്യക്തിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന വ്യക്തിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? അന്റോണിയോ വാസിലോ ഇ സിൽവ. ഇന്ത്യയിലെ അവസാന പോർച്ചുഗീസ് വൈസ്രോയിയാണ് അന്റോണിയോ വാസിലോ ഇ സിൽവ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1488. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1488. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കോവിൽഹ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാർമാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാർമാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ.
കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്ന കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. രചിച്ച ഭാഷ അറബി. കേരളത്തിലെ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നതാണ് തുഫത്തുൽ മുജാഹിദീൻ. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബിയാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ അറബിയാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. തുഫത്തുൽ മുജാഹിദീൻ രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങളാണ് ഫത്തുൽ മുബീൻ ഖാസി മുഹമ്മദ്, ഫത്തുൽ മുജാഹിദീൻ സൈനുൽ ലാബ്ദീൻ ആണ് ഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥങ്ങളാണ് ഫത്തുൽ മുബീൻ ഖാസി മുഹമ്മദ്, ഫത്തുൽ മുജാഹിദീൻ സൈനുൽ ലാബ്ദീൻ. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്ന വ്യക്തിമാരാണ് കുഞ്ഞാലി മരക്കാർ. സാമൂതിരിയുടെ നാവിക സൈന്യത്തിന് മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ്. മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ആരാണ്? സാമൂതിരിയാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ പുതുപ്പട്ടണം കോട്ട, വടകരയാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ പുതുപ്പട്ടണം കോട്ട. കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി മുഹമ്മദ് അലി. കുഞ്ഞാലി മരക്കാർ ഒന്നാമന്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി. കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ യഥാർത്ഥ നാമമാണ് കുട്ടി പോക്കർ അലി. കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമമാണ് പടമരക്കാർ. കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ യഥാർത്ഥ നാമമാണ് പടമരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ യഥാർത്ഥ നാമമാണ് മുഹമ്മദ് അലി മരക്കാർ. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവികസേന രൂപീകരിച്ചത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകൾ അറിയപ്പെടുന്ന കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. പടമരക്കാർ, പട്ടുമരക്കാർ എന്നീ പേരുകൾ അറിയപ്പെടുന്ന വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. മരക്കാർ കോട്ട, പുതുപ്പട്ടണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അതായത് മരക്കാർ കോട്ട, അതായത് പുതുപ്പട്ടണം കോട്ട നിർമ്മിച്ചത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട, കോഴിക്കോട്. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട, കോഴിക്കോട്. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനു ഡ കുൻഹ. ചാലിയം കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് നുനു ഡ കുൻഹ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. 1571 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ. ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധിപൻ എന്ന പദവി സ്വീകരിച്ച കുഞ്ഞാലി മരക്കാർ നാലാമൻ. കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600 കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് 1600 കുഞ്ഞാലി നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലി മരക്കാർ നാലാമന്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി, മുംബൈ. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2000. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കൽ, വടകര. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയ്ക്കൽ, വടകര. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ IV.
ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ 4. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620-ലാണ്. ഡെൻമാർക്കുകാർ അവരുടെ ആദ്യ ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിച്ചത് 1620-ലാണ്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848-ലാണ്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848-ലാണ്. 1848-ലാണ്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻക്യൂബാർ തമിഴ്നാട്, സെറാംപൂർ ബംഗാൾ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാൻക്യൂബാർ തമിഴ്നാട്, സെറാംപൂർ ബംഗാൾ. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി എന്നാണ്. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? തരംഗമ്പാടി തമിഴ്നാട്.